ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? ഉത്തരം, ഗിബെയാക്കാരുടെ മ്ലേച്ഛത. രണ്ടാമത്തെ ചോദ്യം, എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? ഉത്തരം, യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ. മൂന്നാമത്തെ ചോദ്യം, ലേവ്യനോട് പിണങ്ങി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോയതാര്? ഉത്തരം, ലേവ്യൻ്റെ ഉപനാരി. നാലാമത്തെ ചോദ്യം, ലേവ്യനോട് പിണങ്ങിയ ഉപനാരി എവിടേക്കാണ് പോയത്? ഉത്തരം, ബേത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. അഞ്ചാമത്തെ ചോദ്യം, ലേവ്യനോട് പിണങ്ങിയ ഉപനാരി എത്ര നാൾ പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ചു? ഉത്തരം, 4 മാസം. ആറാമത്തെ ചോദ്യം, ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ചതാര്? ഉത്തരം, ഭർത്താവായ ലേവ്യൻ. ഏഴാമത്തെ ചോദ്യം, ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ പോയ ഭർത്താവിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? ഉത്തരം, ഒരു വേലക്കാരൻ. എട്ടാമത്തെ ചോദ്യം, ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ വേലക്കാരനുമായി പോയ ലേവ്യൻ്റെ ഒപ്പം എന്തുണ്ടായിരുന്നു? ഉത്തരം, 2 കഴുതകൾ. ഒൻപതാമത്തെ ചോദ്യം, ഉപനാരിയുടെ ഭവനത്തിലെത്തിയ ലേവ്യനെ ആരാണ് സന്തോഷത്തോടെ സ്വീകരിച്ചത്? ഉത്തരം, ഉപനാരിയുടെ പിതാവ്. പത്താമത്തെ ചോദ്യം, അമ്മായിയപ്പൻ്റെ നിർബന്ധപ്രകാരം എത്ര ദിവസം ലേവ്യൻ അവളുടെ ഭവനത്തിൽ താമസിച്ചു? ഉത്തരം, 3 ദിവസം. 11-ാമത്തെ ചോദ്യം, അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാമെന്ന് 4-ാം ദിനം ലേവ്യനോട് പറഞ്ഞതാര്? ഉത്തരം, യുവതിയുടെ പിതാവ്. 12-ാമത്തെ ചോദ്യം, അങ്ങനെ അവർ 2 പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ആ 2 പേർ ആര്? ഉത്തരം, ലേവ്യനും യുവതിയുടെ പിതാവും. 13-ാമത്തെ ചോദ്യം, രാത്രി ഇവിടെ കഴിയുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ എന്ന് ലേവ്യനോട് പറഞ്ഞതാര്? ഉത്തരം, യുവതിയുടെ പിതാവ്. 14-ാമത്തെ ചോദ്യം, യുവതിയുടെ പിതാവ് എത്ര തവണയാണ് ലേവ്യനെ തിരികെ പോകാൻ സമ്മതിക്കാതിരുന്നത്? ഉത്തരം, 3 തവണ. 15-ാമത്തെ ചോദ്യം, 3-ാം തവണ അവിടെ രാത്രി പാർക്കാൻ തയ്യാറാകാത്ത ലേവ്യൻ അവിടെ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തി? ഉത്തരം, ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്ത്. 16-ാമത്തെ ചോദ്യം, രാത്രി ഉപനാരിയുടെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട ലേവ്യൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? ഉത്തരം, ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും. 17-ാമത്തെ ചോദ്യം, നമുക്ക് ജബൂസ്യരുടെ പട്ടണത്തിൽ ഈ രാത്രി ചിലവഴിക്കാമെന്ന് ലേവ്യനോട് ഭൃത്യൻ പറഞ്ഞതെന്തുകൊണ്ട്? ഉത്തരം, നേരം വളരെ വൈകിയതുകൊണ്ട്. 18-ാമത്തെ ചോദ്യം, നമ്മൾ എവിടെ പ്രവേശിക്കരുതെന്നാണ് ലേവ്യൻ ഭൃത്യനോട് പറഞ്ഞത്? ഉത്തരം, ഇസ്രായേലിയരുടേതല്ലാത്ത അന്യനഗരത്തിൽ. 19-ാമത്തെ ചോദ്യം, നമുക്ക് രാത്രി എവിടെ ചെലവഴിക്കാമെന്നാണ് യജമാനായ ലേവ്യൻ ഭൃത്യനോട് പറയുന്നത്? ഉത്തരം, ഗിബെയായിലോ റാമായിലോ. 20-ാമത്തെ ചോദ്യം, അവർ യാത്ര തുടർന്നു എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ഉത്തരം, ഗിബെയായിൽ. 21-ാമത്തെ ചോദ്യം, ഗിബെയ ആരുടെ പട്ടണമായിരുന്നു? ഉത്തരം, ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. 22-ാമത്തെ ചോദ്യം, ലേവ്യനും കൂടെയുള്ളവരും നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുന്നതെന്തുകൊണ്ട്? ഉത്തരം, രാത്രി കഴിക്കുന്നതിന് ഒരു മനുഷ്യനും അവരെ സ്വാഗതം ചെയ്തില്ല. 23-ാമത്തെ ചോദ്യം,
വയലിൽ നിന്നു വേല കഴിഞ്ഞു മടങ്ങി വന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. 24-ാമത്തെ ചോദ്യം. എഫ്രായിം മലനാട്ടുകാരനായ വൃദ്ധൻ എവിടെയാണ് വന്നു താമസിച്ചത്? ഉത്തരം ഗിബയായിൽ. 25-ാമത്തെ ചോദ്യം. വൃദ്ധൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന ആരെയാണ് കണ്ടത്? ഉത്തരം വഴിയാത്രക്കാരനെ. 26-ാമത്തെ ചോദ്യം. നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? ആര് ആരോട് ചോദിച്ചു? ഉത്തരം വൃദ്ധൻ വഴിയാത്രക്കാരനോട് ചോദിച്ചു. 27-ാമത്തെ ചോദ്യം. എവിടെ നിന്ന് എവിടേക്ക് പോകുന്നെന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം യൂദയായിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോകുന്നുവെന്ന്. 28-ാമത്തെ ചോദ്യം. ആരും എനിക്ക് അഭയം തരുന്നില്ല എന്ന് വൃദ്ധനോട് പറഞ്ഞതാര്? ഉത്തരം വഴിയാത്രക്കാരൻ. 29-ാമത്തെ ചോദ്യം. വഴിയാത്രക്കാരൻ തൻ്റെ കൈവശം എന്തൊക്കെയുണ്ടെന്നാണ് വൃദ്ധനോട് പറയുന്നത്? ഉത്തരം കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും അവർക്ക് ഭക്ഷിക്കാനുള്ള അപ്പവും വീഞ്ഞും. 30-ാമത്തെ ചോദ്യം. ആർക്കൊക്കെ വേണ്ടിയുള്ള അപ്പവും വീഞ്ഞും കൈവശമുണ്ടെന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം ഈ ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും. 31-ാമത്തെ ചോദ്യം. എവിടെ രാത്രി കഴിക്കരുതെന്നാണ് വൃദ്ധൻ ലേവ്യനോട് പറഞ്ഞത്? ഉത്തരം പൊതുസ്ഥലത്ത്. 32-ാമത്തെ ചോദ്യം. വൃദ്ധൻ ലേവ്യനെയും ഉപനാരിയെയും ഭൃത്യനെയും എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം വൃദ്ധൻ്റെ വീട്ടിലേക്ക്. 33-ാമത്തെ ചോദ്യം. വൃദ്ധൻ്റെ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാര്? ഉത്തരം നഗരത്തിലെ ചില ആഫാസന്മാർ. 34-ാമത്തെ ചോദ്യം. വൃദ്ധൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ എന്തിനു വേണ്ടി പുറത്തു കൊണ്ടുവരാനാണ് ആഫാസന്മാർ പറഞ്ഞത്? ഉത്തരം അവനുമായി രമിക്കാൻ. 35-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ ഈ ഡാഷ് ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ ഡാഷ് നിങ്ങൾ ചെയ്യരുത്. ഉത്തരം സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. 36-ാമത്തെ ചോദ്യം. താൻ ആരെയൊക്കെ വിട്ടുതരാമെന്നാണ് വൃദ്ധൻ ആഫാസന്മാരോട് പറഞ്ഞത്? ഉത്തരം തൻ്റെ കന്യകയായ പുത്രിയെയും ലേവ്യൻ്റെ ഉപനാരിയെയും. 37-ാമത്തെ ചോദ്യം. ലേവ്യനോട് എന്ത് കാണിക്കരുതെന്നാണ് വൃദ്ധൻ ആഫാസന്മാരോട് പറഞ്ഞത്? ഉത്തരം നികൃഷ്ടത. 38-ാമത്തെ ചോദ്യം. വൃദ്ധൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് ആര്? ഉത്തരം ആഫാസന്മാർ. 39-ാമത്തെ ചോദ്യം. ലേവ്യൻ ആരെയാണ് ആഫാസന്മാർക്ക് വിട്ടുകൊടുത്തത്? ഉത്തരം ഉപനാരിയെ. 40-ാമത്തെ ചോദ്യം. ആഫാസന്മാർ ഉപനാരിയെ എന്തു ചെയ്തു? ഉത്തരം മാനഭംഗപ്പെടുത്തി. 41-ാമത്തെ ചോദ്യം. ആഫാസന്മാർ ഉപനാരിയെ വിട്ടയച്ചതെപ്പോൾ? ഉത്തരം പ്രഭാതമായപ്പോൾ. 42-ാമത്തെ ചോദ്യം. ലേവ്യൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണ ഉപനാരി എപ്പോൾ വരെ അവിടെ കിടന്നു? ഉത്തരം വെളിച്ചം പരക്കുന്നതുവരെ. 43-ാമത്തെ ചോദ്യം. രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാൻ തുടങ്ങിയ ലേവ്യൻ ഉപനാരി എങ്ങനെ കിടക്കുന്നതാണ് കണ്ടത്? ഉത്തരം കൈകൾ കട്ടിളപ്പടിമേൽ വച്ച് വാതിൽക്കൽ കിടക്കുന്നത്. 44-ാമത്തെ ചോദ്യം. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ലേവ്യൻ ഉപനാരിയോട് പറഞ്ഞു. 45-ാമത്തെ ചോദ്യം. ലേവ്യൻ ഉപനാരിയെ എങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയത്? ഉത്തരം എടുത്ത് കഴുതപ്പുറത്ത് വെച്ച്. 46-ാമത്തെ ചോദ്യം. വീട്ടിലെത്തിയ ലേവ്യൻ ഉപനാരിയെ എന്തു ചെയ്തു?
ഉത്തരം: ഒരു കത്തിയെടുത്ത് അവളുടെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. 47-ാമത്തെ ചോദ്യം: ലേവ്യൻ ഉപനാരിയെ എത്ര കഷ്ണങ്ങളാക്കി? ഉത്തരം: 12. 48-ാമത്തെ ചോദ്യം: ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം: അത് കണ്ടവരെല്ലാം പറഞ്ഞു. 49-ാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 30.